എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളിലേക്ക് ഉടൻ വരുന്ന സൗഭാഗ്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിലേക്ക് ഉടൻ വരുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നാം നോക്കുന്നത്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നമുക്ക് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത മത്സ്യരൂപം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആദ്യം നോക്കാം. നിങ്ങളിലേക്ക് ഉടൻ വരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സമൃദ്ധിയാണ്, സാമ്പത്തികമായ സമൃദ്ധി. നിങ്ങൾ നിലവിൽ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായി ഒന്നും ലഭിക്കാത്തതിൻ്റെയും സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെയും ദുഃഖം നിങ്ങൾക്കുണ്ട്. അതായത് ഒന്നിന് പുറകെ ഒന്നായി അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലവുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകുന്നു. എത്ര ധനം കിട്ടിയിട്ടും തികയുന്നില്ല. ധനം അനാവശ്യ വഴിയിലൂടെ കടന്നു പോകുന്നു. അനാവശ്യമാണെന്ന് പറയുമ്പോഴും അത് ആവശ്യമായി തീരുകയാണ്. എന്നാൽ ആത്യന്തികമായി നിങ്ങൾക്കോ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്കോ അതുകൊണ്ട് യാതൊരു ഗുണങ്ങളുമില്ല. അനാവശ്യമായ ചിലവുകൾ, പാഴ്ചിലവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു. 1 രൂപ കിട്ടുമ്പോൾ 10,000 രൂപയുടെ ചിലവുണ്ടാകുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. സമ്പാദിക്കാൻ പോയിട്ട് ദൈനംദിന കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മെച്ചവുമില്ലാത്തൊരു ജീവിതം ആയി അത് മാറുന്നു. അങ്ങനെ നിങ്ങൾക്ക് തൻ്റെ ജീവിതത്തിൽ വിരക്തി തോന്നുന്നു. എനിക്ക് മാത്രം ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ തുടങ്ങിയ സംരംഭം, നിങ്ങൾക്ക് ലഭിക്കേണ്ട കൃത്യമായൊരു ജോലി, ഇതൊന്നും ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, ആത്മസംതൃപ്തി ഇതിലൊന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഒരു സംരംഭം, നിങ്ങളൊരു നല്ല ആശയം മറ്റുള്ളവർ തുടങ്ങുന്നത് കണ്ട് തുടങ്ങിയിട്ട് പോലും അത് വിജയിപ്പിക്കാനോ അതിൽ വിജയം കാണാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. വരവ് ചെലവ് ഇനത്തിൽ നിങ്ങൾക്ക് മോശമായുള്ള ഒരു ഗ്രാഫ് കാണിക്കുന്നു. അതായത് പണം കൂടുതൽ അന്യായമായി ചിലവഴിച്ച് പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും നിങ്ങൾക്കൊരു രൂപം കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സൗഭാഗ്യം നിങ്ങളിപ്പോൾ അറിയുക. പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിൽ നിന്നും, നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതും ഇതുവരെ ശ്രമിക്കാത്തതുമായൊരു മേഖല, എന്നാൽ ബാല്യകാലം മുതൽ ഈശ്വരൻ നിങ്ങളിൽ നൽകിയ അനുഗ്രഹിച്ചൊരു മേഖല, അത് കലാപരമാകാം, സർഗഭാവനപരമാകാം, നിങ്ങളുടെ ഭാഷ, ആശയവിനിമയ പാടവം, നിങ്ങളുടെ സ്പെഷ്യൽ സ്കില്ല്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല, ആ മേഖലയിൽ നിങ്ങൾ വിജയിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ അതൊഴിച്ചുള്ള എല്ലാ മേഖലകളും ഇതുവരെ ട്രൈ ചെയ്തു, ശ്രമിച്ചു, പരാജയപ്പെട്ടു. അവസാനം നിങ്ങൾ ചിന്തിച്ചു, എനിക്ക് ജീവിതത്തിൽ ഒരു മേഖലയും വിജയിക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായി. പക്ഷേ നിങ്ങൾ കണ്ടുകൊള്ളുക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം വരും. നിങ്ങൾക്കിതൊരു വെറും വാക്കായിട്ട് തോന്നും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരിക്കലും തരണം ചെയ്യില്ലെന്നും നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് രണ്ടും സാധിച്ചിരിക്കും. ഇത് വെറും വാക്കായിരിക്കില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനം നിങ്ങൾ ഇരിക്കുന്നിടത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് നിങ്ങൾക്ക് ഒട്ടും ഭാരമില്ലാതെ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായി, ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല നിങ്ങൾക്ക് സ്വന്തമായി വരാൻ പോകുന്നു. ആ മേഖല മറ്റാർക്കും ഇതുവരെ കൈവെക്കാൻ കഴിയില്ല. നിങ്ങളെ ആർക്കും അനുകരിക്കാൻ കഴിയില്ല. ചില ബിസിനസ് സംരംഭങ്ങൾ ഒരാൾ തുടങ്ങിക്കണ്ട് മറ്റുള്ളവർ തുടങ്ങും. ചില ജോലികൾ അങ്ങനെയാണ്. ചില കോഴ്സുകൾ പഠിച്ച് എല്ലാവരും വരും. അങ്ങനെ ആ മേഖല മൊത്തം തകരുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല. നിങ്ങളുടെ പ്രത്യേകമായ മനസ്സാന്നിധ്യവും നിങ്ങളുടെ ആശയങ്ങളും രൂപപ്പെട്ട് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു. അങ്ങനെ ധനപരമായി, മാനസിക സംതൃപ്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരും. നിങ്ങളത് അനുഭവിക്കാൻ നിങ്ങൾക്കുള്ള സൗഭാഗ്യം ഉണ്ടാകും. ധനം അവസാനം നിങ്ങളുടെ മനസ്സ് പറയും, ഇത്രയൊക്കെ ധനം വേണമെന്ന്. തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് ധനം വരും. ധനം കുമിഞ്ഞു കൂടുന്നൊരവസ്ഥ വരും. നോട്ടുകൾ എണ്ണാൻ നിങ്ങളുടെ കൈ വേദനിക്കുന്നൊരവസ്ഥ. വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾക്ക് മൂല്യങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. സന്തോഷമുണ്ടാവും. ആ മുന്നേറ്റമാണ്, അതാണ് ആ ചിഹ്നം നിങ്ങൾക്ക് കാണിക്കുന്നത്. തുടർച്ചയായിട്ട് ലഭിക്കും. ഒറ്റയും തെറ്റയായിട്ടല്ല,
വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പൈലാണിത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ യൂണിക്കോൺ അഥവാ കുതിര ഒക്കെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് പറയുന്നത്. സ്വപ്ന സഞ്ചാരികളായിട്ടുള്ള വ്യക്തികളാണ്. എപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ, തനിക്ക് കാണാൻ കഴിയുന്നതിനേക്കാളും തനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാളും വലിയ സ്വപ്നങ്ങൾ ജീവിതത്തിലുടനീളം കാണുന്ന സ്വഭാവമുള്ളവരാണ്. നിങ്ങൾക്കൊരിക്കലും ചെറിയ സ്വപ്നങ്ങളല്ല. നിങ്ങളുടെ സ്വപ്നം ഈ ഭൂമിയേക്കാളും അതിൻ്റെ അപ്പുറത്തേക്കാളും വലുതാണ്. ആകാശം മുട്ടുന്ന സ്വപ്നങ്ങൾ മാത്രം എപ്പോഴും കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരിക്കലും നടക്കാത്തതായിരുന്നു ആ സ്വപ്നങ്ങൾ. ആരെങ്കിലിനോട് നിങ്ങൾ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ആ സ്വപ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. അവർ രഹസ്യമായി പറയും അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണ്, ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല, അത് യാഥാർത്ഥ്യമാകാനുള്ള കഴിവും ആ വ്യക്തിക്കില്ല എന്നൊക്കെ പറയും. അതായത് നിങ്ങൾക്കില്ലെന്ന് പറയും. പക്ഷേ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ പാഴ്വാക്ക്, നിങ്ങൾ സ്വപ്നം കണ്ട ആ പാഴ് സ്വപ്നമെന്ന് മറ്റുള്ളവരും, ഒരുപക്ഷെ നിങ്ങൾ പോലും, നിങ്ങൾ വെറുതെ സ്വപ്നം കാണുന്നത് മാത്രമേ ഉണ്ടായുള്ളൂ, അത് യാഥാർത്ഥ്യമാകുന്നുള്ള 1% ചിന്ത പോലും നിങ്ങൾക്കുണ്ടായില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നൊരു കാലഘട്ടമാണ്. ആ സൗഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. വലിയ മുന്നേറ്റങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗ്രാഫ് എത്തരത്തിൽ കുത്തനെ മുകളിലേക്ക് കയറുന്നോ അതുപോലെ ജീവിതത്തിൽ വലിയ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എല്ലാവരും പുച്ഛിക്കുകയും അവഗണിക്കുകയും ചെയ്ത നിങ്ങൾ, എല്ലാവരേക്കാളും പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ആരും പ്രതീക്ഷിച്ചില്ല, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ പോലും നിങ്ങളുടെ ഈ മുന്നേറ്റം പ്രതീക്ഷിച്ചില്ല, അവരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അതായത് നിങ്ങൾ വളരെ പിന്നോക്കം പോയി എന്ന് പറഞ്ഞ് വിഷമിച്ച് നടന്ന നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളവരുടെ കണ്ണുകൾ ആത്മസംതൃപ്തിയാൽ നിറയുന്നൊരവസ്ഥയുണ്ടാകും. സ്വപ്നതുല്യമായ ഒരു സാക്ഷാത്കാരം നിങ്ങൾക്കുണ്ടാകും. അത് കേവലം സാമ്പത്തികമായ മുന്നേറ്റങ്ങളല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കാൻ. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചല്ലാത്ത ഒരാളെ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായും സൗന്ദര്യപരമായിട്ടും സാമൂഹികപരമായിട്ടും സ്ഥാനപരമായിട്ടും അധികാരപരമായിട്ടും സമൂഹത്തിൽ ഏറ്റവും നിങ്ങളെക്കാൾ വളരെയേറെ ഉന്നതിയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് നടക്കാനുള്ള സാഹചര്യം 1% പോലും കേവലമില്ല. അറിയാതെ പോലും സംഭവിക്കില്ല എന്ന് എല്ലാവരും കരുതിയ ഒരു സംഭവം അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങൾക്ക് ആ സ്വപ്ന സാഫല്യം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പോലും നിറയും. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. എൻ്റെ ഈശ്വരൻ എനിക്കിത് സാധിച്ചു നൽകിയിരിക്കുന്നല്ലോ. അതായത് ഏറ്റവും വലിയൊരു സംഭവം, ഇതിൽ നിങ്ങൾക്കൊരു കൂടുതൽ വിശ്വാസപരമാവാനായിട്ട് ഉദാഹരണം പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഈ വിദൂര സ്വപ്നങ്ങൾ ആ ശക്തിയോട് പറയുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷ നിങ്ങൾക്കില്ല. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഒരിടത്ത് ചെല്ലുകയോ ഒരു വ്യക്തിയെ കണ്ടെത്തുകയോ നിങ്ങളുടെ കരിയർപരമായ മുന്നേറ്റത്തിനും സാമ്പത്തികമായ മുന്നേറ്റത്തിനും ഉതകുന്ന സംഭവങ്ങളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ചില സാഹചര്യങ്ങളും ഈശ്വരൻ തന്നെ, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി തന്നെ ശരിയാക്കി തരുന്നു. അതിൻ്റെ നിമിത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പെട്ടെന്ന് യാത്ര ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ വഴിതെറ്റിയ ഒരു സ്ഥലത്തെത്തുക, നിങ്ങൾ തന്നെ മറ്റൊരു കാര്യം വിചാരിച്ച് നടന്നിട്ട് പെട്ടെന്ന് തീരുമാനം മാറ്റേണ്ടി വരിക, ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ ഒരു സാഹചര്യങ്ങളിലുള്ള മാറ്റമോ ഉണ്ടായി പെട്ടെന്ന് തന്നെ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മാറുക, മറ്റൊരിടത്തേക്ക് എത്തുക. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കും ഈ സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തോന്നും പെട്ടെന്ന് ചിലപ്പോൾ ഒരു ചെറിയ തിരിച്ചടിയായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ കിട്ടുക. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പക്ഷെ അത് നേടാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചപ്പോൾ, അത് ബോധ്യമായപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി. ഞാനാകെ പെട്ടുപോയല്ലോ, ഒരു ചെറിയ ആഗ്രഹം പോലും എൻ്റേത് സാധിച്ചു തരാൻ എൻ്റെ ശക്തി, ഞാൻ വിശ്വസിക്കുന്ന ശക്തി എൻ്റെ ഒപ്പം ഇല്ലല്ലോ, എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഒരു പരിഭവം ഉണ്ടാവുമോ, ഞാൻ ഇത്ര നിർഭാഗ്യവതിയാണല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിദൂരമായി കണ്ട സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ അടുപ്പിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയില്ല. അതിൻ്റെ ചെറിയ ചെറിയ തിരിച്ചടികളോ ചെറിയ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളോ ഉണ്ടായി
നിങ്ങളെ ആ വിശ്വവിജയത്തിലേക്ക്, നിങ്ങളെ ആ സ്വപ്നതുല്യമായ ആ നേട്ടത്തിലേക്ക് ഈശ്വരൻ നിങ്ങളുടെ ശക്തി കൊണ്ടുപോകുന്നതാണ് എന്ന് നിങ്ങൾ അവസാനമായിരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മവിശ്വാസമോ യൂണിവേഴ്സിലുള്ള വിശ്വാസമോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസമോ ആ പോസിറ്റീവ് എനർജിയിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഏൽപ്പിക്കലോ ഒട്ടും കുറക്കണ്ട. ഇതൊരു ദൃഷ്ടാന്തമായിട്ട് തന്നെ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടത് അതിനൊരു നിമിത്തമായിട്ട് എടുക്കുക. സ്വപ്നതുല്യമായൊരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇത് മന്ത്രമോ മാജിക്കോ ഒന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ ഒരു പോസിറ്റീവ് എനർജിയുടെ തരംഗം ഉണ്ടാകട്ടെ. ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തി വെച്ചത് സംഭവിക്കാൻ പോകുന്നു, നടന്നിരിക്കും. അതിനൊന്നൊരു വ്യത്യാസവുമില്ല. നല്ല മനസ്സുമായിട്ട് ആത്മീയ ചിന്തയുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശക്തി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ശക്തി നിങ്ങളെ സംരക്ഷിക്കുന്നതിനും ആ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും നിങ്ങളെ ശാക്തീകരിക്കുന്നതിനുമായിട്ട് നിങ്ങൾക്ക് പുറകെയുണ്ട്, നിങ്ങൾക്കൊപ്പമുണ്ട്. വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.